ഡിയർ സ്റ്റുഡൻസ്, ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന നെക്സ്റ്റ് ടോപ്പിക്ക് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനാണ്. അതായത് ഓരോ റിയാക്ഷൻസ് നടക്കുന്നത് ഓരോ നിയമങ്ങളനുസരിച്ചാണ്. ആ ഓരോ നിയമങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. The study of the results of quantitative measurement of many chemical changes have shown that there are certain laws that govern chemical reaction. These laws are called the law of chemical reaction. അപ്പോൾ ലോ ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. എന്താണ്? കെമിക്കൽ റിയാക്ഷൻസ് ആർ ഗവേൺഡ് ബൈ സർട്ടൻ കെമിക്കൽ ലോസ്. ദീസ് ലോസ് ആർ കോൾഡ് എന്താണ്? കെമിക്കൽ കോമ്പിനേഷൻ, ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. അതിന് 2-3 ലോസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. സെക്കൻഡ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് കോമ്പോസിഷൻ ഓർ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. തേർഡ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ഫോർത്ത് ഗേ-ലൂസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയംസ്. അവഗാഡ്രോ ലോ ഫിഫ്ത്ത് ലോ ആണ്. ഇത്രയും 5 ലോസ് ഇതിനകത്തിലുണ്ട്. ഇതിൽ ചില ലോസൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, നിങ്ങൾക്കറിയാവുന്ന ചില ലോസ് ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പറയും, ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇതിനെ ഒരു ഡെഫിനിഷൻ, നിർവചനം കൊണ്ടുവന്നത് ആൻ്റോണി ലവോസിയർ എന്ന് പറയുന്ന ഫ്രഞ്ച് കെമിസ്റ്റാണ്. ആൻ്റോണി ലവോസിയർ, ലവോസിയർ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് ഈ ലോയെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളത്? ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ദ ടോട്ടൽ മാസ് ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് ദി റിയാക്റ്റൻറ്റ്. കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാസ് സംരക്ഷണ നിയമം. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. മാസ് സംരക്ഷണ നിയമം എന്താണ്? മാസ് സംരക്ഷണ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാസപ്രവർത്തനത്തിൽ പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ മാസും റിയാക്റ്റൻറ്റിൻ്റെ ടോട്ടൽ മാസും എന്തായിരിക്കും? തുല്യമായിരിക്കും. എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ദ ടോട്ടൽ മാസ് ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു ദി ടോട്ടൽ മാസ് ഓഫ് ദി റിയാക്റ്റൻറ്റ്. അതായത് റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഭികാരകങ്ങൾ. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപ്പന്നങ്ങൾ. അപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ മാസം നോക്കുക. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ദ ടോട്ടൽ മാസ് ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു ദി ടോട്ടൽ മാസ് ഓഫ് ദി റിയാക്റ്റൻറ്റ്. അപ്പോൾ റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഭികാരകങ്ങൾ നമ്മൾ മലയാളത്തിൽ പറയും. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉൽപ്പന്നങ്ങളെന്നും പറയും. ഓക്കെ. അപ്പോൾ ഈ ലോയെ വേറെ രീതിയിലായിട്ട് പറയുന്നുണ്ട്. എന്താണ് ഈ ലോയെ പറയുന്നത്? മാറ്റർ ഈസ് നെയ്തർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു രാസപ്രവർത്തനത്തിൽ മാറ്ററിനെ, ദ്രവ്യത്തിനെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാനോ സൃഷ്ടിക്കാനോ ദ്രവ്യത്തിനെ നശിപ്പിക്കാനോ സാധിക്കുകയില്ല. അല്ലേ? നമ്മൾ പുതുതായിട്ട് സൃഷ്ടിക്കുകയല്ല. നമുക്ക് നോക്കുമ്പോൾ പുതുതായിട്ട് പുതിയൊരു സാധനം അവിടെ ഉണ്ടാകുന്നു, അപ്പോൾ പുതുതായിട്ട് സൃഷ്ടിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞാലും അത് സൃഷ്ടിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ എന്താണ് അവിടെ നടക്കുന്നത്? ഒരു രൂപത്തിൽ നിന്ന് വേറെ രൂപത്തിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിൽ നിന്ന് വേറൊരു പദാർത്ഥം നമ്മൾ ഉണ്ടാക്കുക ചെയ്യുന്നത്. നമ്മൾ പുതുതായിട്ട് സൃഷ്ടിച്ചെടുക്കുകയല്ല. ഒരു പദാർത്ഥത്തിൽ നിന്ന് വേറൊരു പദാർത്ഥത്തിലേക്ക് ഇതിനെ എന്ത് ചെയ്യുകയാണ്? കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ലോ ഓഫ് കൺസർവേഷനെ വേറെ രീതിയിൽ നമുക്ക് പറയാം. മാറ്റർ ഈസ് നെയ്തർ ക്രിയേറ്റ് ചെയ്യുന്നില്ല, നോർ ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ബാലൻസിങ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇക്വേഷൻ നമ്മളെപ്പോഴും ബാലൻസ് ചെയ്യും. അതായത് റിയാക്റ്റൻറ്റുകളുടെ അഭികാരകങ്ങളുടെ ആറ്റങ്ങളുടെ എണ്ണവും ഉൽപ്പന്നങ്ങളിലെ ആറ്റങ്ങളുടെ എണ്ണവും നമ്മൾ തുല്യമാക്കും. അതിന് നമ്മൾ പറയുന്ന പേരാണ് ബാലൻസിങ് റിയാക്ഷൻസ് എന്ന് പറയും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പോൾ വാട്ട് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഹൂ പ്രപ്പോസ്ഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? ആൻ്റോണി ലവോസിയർ. സ്റ്റേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് പറയും?
it states that in a chemical reaction, the total mass of the products is equal to the total mass of the reactant. In other words, we can state that matter is neither created nor destroyed in a chemical reaction. ഇനി രണ്ടാമത്തെ ലോ ഓഫ് കോൺസ്റ്റൻറ്റ് കോമ്പോസിഷൻ ഓർ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. ഇത് ഒരു ഫ്രഞ്ച് കെമിസ്റ്റ് തന്നെയാണ് ഇതും പ്രപ്പോസ് ചെയ്തത്. ഇത് പ്രപ്പോസ് ചെയ്ത കെമിസ്റ്റിൻ്റെ പേര് ജോസഫ് പ്രൂസ്റ്റ് എന്നാണ്. നിങ്ങൾ കണ്ടു കാണും, ജോസഫ് പ്രൂസ്റ്റ്. എന്താണ് ജോസഫ് പ്രൂസ്റ്റ് ഈ ഒരു റിയാക്ഷൻ പറഞ്ഞേ? ഇൻ എ കെമിക്കൽ റിയാക്ഷൻ എ കെമിക്കൽ കോമ്പൗണ്ട് always contains the same elements combined in the same proportion by mass. അതാ നോക്കിക്കേ, a chemical compound always contains the same element combined together in the same proportion by mass. അതിനൊരു എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് നിങ്ങളോട് പറയാം. എക്സാമ്പിൾ: carbon dioxide can be obtained by different methods such as burning of carbon, രണ്ടാമത് heating limestone by the action of dilute HCl on marble on marble. It has been observed that each sample of carbon dioxide contains carbon and oxygen combined in the ratio 3:8 by mass. അപ്പോൾ എന്താണ് നമ്മളോട് പറഞ്ഞതെന്നറിയാമോ? ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. കാർബൺ ഡൈ ഓക്സൈഡ് നിർമ്മിക്കുന്ന ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. കാർബൺ ഡൈ ഓക്സൈഡ് ഏതൊക്കെ വിധത്തിൽ നിർമ്മിക്കാം? ഒന്ന്, ബേണിംഗ് ഓഫ് കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബണിനെ കത്തിച്ചാൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഹീറ്റിംഗ് ലൈംസ്റ്റോൺ, ചുണ്ണാമ്പ് കല്ലിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈംസ്റ്റോൺ കിട്ടും. ബൈ ദി ആക്ഷൻ ഓഫ് ഡൈലൂട്ട് HCl ഓൺ മാർബിൾ, അതായത് മാർബിളിൽ ഡൈലൂട്ട് HCl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവിടെ കിട്ടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് കിട്ടും. ഇത് ഏത് രീതിയിൽ നിർമ്മിച്ചാലും കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫോർമുല? CO2, അതായത് ഒരു കാർബണും 2 ഓക്സിജനും. കാർബണിൻ്റെ മാസ് എത്രയാണെന്ന് നമുക്കറിയാം. കാർബണിൻ്റെ മാസ് എത്രയാ? ഒരു കാർബണിൻ്റെ അറ്റോമിക മാസ് എത്രയാണ്? 12. ഓക്സിജൻ്റെ ഓരോ ഓക്സിജൻ്റെത് 16. അങ്ങനെ എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ. അപ്പോൾ എത്രയാണ് വരുന്നത്? 32. ഇനി ഈ 32നെ നമുക്കൊരു കാര്യം ചെയ്യാം, 3 കൊണ്ടൊന്ന്, ഈ 2 നമ്പറുകളിനെ നമുക്ക് 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. അല്ല 3 അല്ല 4 കൊണ്ട് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് ഒരു കോമൺ ഫാക്ടർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. കോമൺ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഈസ് 4നെ 32നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 എന്ന് കിട്ടും. അപ്പോൾ അതിവിടെ ഉണ്ടായ ഒരു സിമ്പിൾ റേഷ്യോ, അതായത് യഥാർത്ഥത്തിൽ കാർബണിൻ്റെ മാസ് എത്രയാണ്? 12ഉം ഓക്സിജൻ്റെ മാസ്, ഈ കാർബൺ ഡൈ ഓക്സൈഡ് കാർബണിൻ്റെ മാസ് 12ഉം ഓക്സിജൻ്റെ മാസ് 32ഉമാണ്. അതിനെ നമ്മൾ ഏതെങ്കിലും ഒരു കോമൺ നമ്പർ കൊണ്ട് ഈ 2 എണ്ണത്തിനെയും ഡിവൈഡ് ചെയ്തു, ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. 12/4ഉം 32/4ഉം ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3:8 എന്ന് പറയുന്ന അനുപാതത്തിലാണ് ഈ കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്തിരിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബണിൻ്റെയും ഓക്സിജൻ്റെയും ഏറ്റവും കുറഞ്ഞ അനുപാതം എന്ന് പറയുന്നത് ഏതാണ്? കുറഞ്ഞ റേഷ്യോ എന്ന് പറയുന്നത് ഏതാണ്? 3:8. ഓക്കെ ആണല്ലോ അത്. അപ്പോൾ ഏത് ഒരു കോമ്പൗണ്ട് ഏത് മെത്തേഡിൽ കൂടി പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് അത് കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ വേറൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. നമുക്ക് വാട്ടർ കിട്ടുന്നു. വാട്ടർ നമുക്ക് എവിടെ നിന്നെല്ലാം കിട്ടുന്നു? വാട്ടർ കിട്ടുന്നു, പിന്നെ കിണർ വെള്ളം കിട്ടുന്നു, വെൽ വാട്ടർ കിട്ടുന്നു, റെയിൻ വാട്ടർ കിട്ടുന്നു, റിവറിൽ നിന്ന് വാട്ടർ കിട്ടുന്നു. എവിടെ നിന്ന് വാട്ടർ കിട്ടിയാലും നമ്മളുടെ വാട്ടറിൻ്റെ ഫോമുല എന്ത് തന്നെയായിരിക്കും? H2O ആണ്. ശരിയാണല്ലോ. H2Oയിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. എത്ര ഓക്സിജൻ ഉണ്ട്? 1 ഓക്സിജൻ. ഇനി അതിൻ്റെ മാസിൻ്റെ അനുപാതം നമുക്കൊന്ന് നോക്കാം.
ഹൈഡ്രജൻ്റെ മൊളിക്കുലാർ മാസ് എത്ര? ഹൈഡ്രജൻ മോളിക്യൂളാണ്, അതായത് 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ്റെ മാസ് എത്രയാണ്? 2 ഗ്രാം അല്ലേ? ഈസ് 2. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 1 ഗ്രാം. ഒരു ഓക്സിജൻ്റെ മാസ് എത്രയാണ്? 16 ഗ്രാം. ഓക്കെ, ഇതിനെ ഒരു സിമ്പിൾ നമ്പറാക്കി മാറ്റണം. അതിനുകൊണ്ട് ഈ രണ്ടെണ്ണത്തിനും കോമൺ ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, ചെറിയ നമ്പർ കൊണ്ട്. ഇതിൻ്റെ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഏതാണ്? 2. അപ്പോൾ രണ്ടിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്കിവിടെ 1 കിട്ടി, ഇവിടെ എത്ര കിട്ടി? 8 കിട്ടി. അപ്പോൾ റേഷ്യോ എന്താണ്? 1:8. അപ്പോൾ വാട്ടർ നമുക്ക് എവിടെ നിന്ന് കിട്ടിയാലും വാട്ടറിൻ്റെ മോളിക്കുലാർ ഫോർമുല H2O തന്നെയായിരിക്കും. ഈ H2Oയ്ക്കകത്ത് 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ റേഷ്യോ എപ്പോഴും എവിടെ നിന്ന് കിട്ടിയാലും എത്ര തന്നെയായിരിക്കും? 1:8 ആയിരിക്കും. അതാണ് നമ്മളോട് എന്ത് പറയുന്നത്? ലോ ഓഫ് കോൺസ്റ്റൻറ്റ് കോമ്പോസിഷൻ പറയുന്നത്, അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായ നിശ്ചിതമായ ഒരു അനുപാതമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്നുകൂടി പറഞ്ഞു നോക്കാം. ദിസ് ലോ വാസ് സ്റ്റേറ്റഡ് ബൈ ഫ്രഞ്ച് കെമിസ്റ്റ് ജോസഫ് പ്രൂസ്റ്റ്. It states that a chemical compound always contains the same elements. A chemical compound ഓൾവേസ് കണ്ടെയ്ൻസ് ദി സെയിം എലമെൻറ്റ്. ഒരു കെമിക്കൽ കോമ്പൗണ്ടിൽ എല്ലായ്പ്പോഴും സെയിം എലമെൻറ്റ് തന്നെയായിരിക്കും കമ്പൈൻ ചെയ്തിരിക്കുന്നത്. ഇൻ ദ സെയിം ഫിക്സ് പ്രപ്പോർഷൻ ബൈ മാസ്. ഒരേ മാസിൻ്റെ പ്രപ്പോർഷൻ ഈ ആറ്റങ്ങളിലെല്ലാം എന്തായിരിക്കും? ഏത് രീതിയിൽ കിട്ടിയാലും പ്രപ്പോർഷൻ എന്തായിരിക്കും? അനുപാതം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ലോ ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. എന്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ? ആരാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്? ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ആരാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്? ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടനെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. എന്താണ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ? മൾട്ടിപ്പിളാണ്. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം എന്നുള്ള അർത്ഥമാണ്. എന്താണ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ഈ പറയുന്നത്? വെൻ 2 elements combine to form more than 2 or more compounds, the masses of one of the element combined with the fixed mass of the other bear a simple whole number ratio. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഈ ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കിയിട്ട് പെട്ടെന്നൊന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, carbon and oxygen combine to form 2 compounds, namely carbon monoxide and carbon dioxide. കാർബൺ ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് 2 കോമ്പൗണ്ട്സ് ഉണ്ടാകും. ഒന്ന് കാർബൺ മോണോക്സൈഡും വേറൊന്ന് കാർബൺ ഡൈ ഓക്സൈഡും. ഇൻ കാർബൺ മോണോക്സൈഡ് 12 part by mass of carbon combined with 16 part of oxygen. In carbon dioxide 12 part of mass of carbon combined with 32 by mass of oxygen. Therefore, the ratio of masses of oxygen which combine with a fixed mass of carbon in this compound is 16:32. This is a simple whole number ratio. അപ്പം ഞാനൊന്ന് പറയാം. കാർബൺ ഓക്സിജനോട് കമ്പൈൻ ചെയ്ത് 2 കോമ്പൗണ്ട് ഉണ്ടായി. ഇനി CO നോക്കിക്കേട്ടെ. കാർബണിൻ്റെ മാസ് എത്രയാണ്? 12. ഓക്സിജൻ്റെ മാസ് എത്രയാണ്? 16. ഇവിടെ കാർബണിൻ്റെ മാസ് എത്രയാണ്? 12. ഓക്സിജൻ്റെ മാസ് എത്രയാണ്? 2 ഓക്സിജനാണ്, 1 ഓക്സിജൻ 16 ആണ്, 32. ഓക്കെ, ഇത് രണ്ടും എന്താണ്? സെയിം ആണ്. ശരിയല്ലേ? ഇത് രണ്ടുമാണ് ഡിഫറെൻറ്റ്. ഓക്സിജൻ്റെ അളവാണ് അവിടെ ഡിഫറെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്സിജൻ്റെ റേഷ്യോ എത്രയാണ്? 16:32. ഇതിനെ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആക്കി നമുക്കൊന്ന് മാറ്റിയാൽ, ഏറ്റവും സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആക്കി മാറ്റാൻ ഇതിനെ നമ്മളൊരു കോമൺ നമ്പർ കൊണ്ട് നമുക്ക് 16 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ 1 കിട്ടും, ഇവിടെ എത്ര കിട്ടും? 2. അപ്പോൾ ഓക്സിജൻ്റെത് ആണ് ഡിഫറൻ്റ് ആയിട്ട് വന്നത്, മറ്റേത് സെയിം ആണ്. ഡിഫറൻ്റ് ആയിട്ട് വന്നതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആണ്. ഇതാണ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ, ഒന്നിലധികം വരുന്നതിൻ്റെ പ്രപ്പോർഷൻ. അപ്പോൾ നമുക്ക് ആ ഡെഫിനേഷൻ ഒന്ന് പറയാം. Who proposed the law of multiple proportion? John Dalton. State law of multiple proportion. അതാണ് ക്വസ്റ്റ്യൻ. When 2 elements combine to form 2 or more compounds. 2 എലമെൻറ്റുകൾ കൂടിച്ചേർന്ന് 2ഓ അതിലധികമോ കോമ്പൗണ്ടുകൾ ഫോം ചെയ്തു. The masses of one of the element. അതായത് ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ മാസ് which contains combined with a
ഫിക്സഡ് മാസ് ഓഫ് ദി അതർ എലമെൻറ്റ്. അതായത് ഏതെങ്കിലും രണ്ടാറ്റങ്ങളാണ് കാർബണും ഓക്സിജനുമാണ്. രണ്ടാറ്റങ്ങളാണ് ഏതൊക്കെയാണ്? കാർബണും ഓക്സിജനും. ഏതെങ്കിലും ഇത് രണ്ടും കൂടെ ചേർന്ന് രണ്ട് കോമ്പൗണ്ട് ഫോം ചെയ്തു, CO യും CO2 ഉണ്ടായി. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ മാസ് സെയിമും മറ്റേതിൻ്റെ മാസ് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. ഈ ഡിഫറൻ്റ് ആയതിൻ്റെ മാസുകൾ തമ്മിൽ എടുത്തു കഴിഞ്ഞാൽ അതൊരു ബിയർ എ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആണ്. ഓക്കെ. When two elements combine to form two or more compounds, the masses of one of the element combined with a fixed mass of the other bear a simple whole number ratio. ഞാൻ ഇത്രയും വരെ ഇപ്പോൾ പറയും, ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ തരാം. ഓക്കെ. ഒരുപാട് ലെങ്ത് ആയാൽ നിങ്ങൾ കാണില്ല. ഓക്കെ.